നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ അധ്യയന വർഷം ആരംഭിച്ചുവെങ്കിലും അതിനിടയിലാണല്ലോ വയനാട് ദുരന്തം അവിടെയുള്ള പല സ്കൂളുകളും തുടച്ചു നീക്കിയത്. അതോടുകൂടെ വിദ്യാർത്ഥികളുടെ തുടർ വിദ്യാഭ്യാസം അനിശ്ചിതത്വത്തിലായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാകുകയും അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ തുറന്നു നൽകുകയും ചെയ്തുകൊണ്ട് പുനഃപ്രവേശനോത്സവം ഇന്ന് നടക്കുകയാണ്. ദുരന്ത മേഖലയിലെ വിദ്യാർത്ഥികൾ ഇന്ന് ക്ലാസ് മുറിയിലേക്ക് പോവുകയാണ്. വെള്ളാർമല, മുണ്ടക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്കൂളുകൾ ഇന്ന് തുറക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ സ്കൂൾ കെട്ടിടങ്ങളായിട്ടില്ല എങ്കിൽ പോലും വെള്ളാർമല സ്കൂള് മേപ്പാടി GVHSലും മുണ്ടക്കൈ സ്കൂള് അബ്ദുൽ കലാം ഹാളിലുമായിട്ടാണ് നടത്തുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. അവരുടെ വർഷങ്ങൾ അവർക്ക് നഷ്ടമാകുന്നത് പിന്നീട് അത് ബുദ്ധിമുട്ടായി തീരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് നിശ്ചയമായിട്ടും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത് മുടങ്ങാതെ നോക്കുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ, സർക്കാരിൻ്റെയും എല്ലാം ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടുന്ന അടിയന്തരമായ നടപടി ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. ഏതായാലും ഒരു ശുഭസൂചനയാണ്, ശുഭവാർത്തയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അനേക കുഞ്ഞുങ്ങൾ, ആ മേഖലയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ കടന്നു വന്ന് പഠനം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞതിൽ നമുക്ക് സന്തോഷിക്കാം. വീഡിയോസിൻ്റെയൊക്കെ താഴെ നിങ്ങൾക്ക് അതിനോടനുബന്ധമായിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്താനുള്ള സാവകാശമുണ്ട്. നിശ്ചയമായിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുക. പുതിയ വാർത്താവിശേഷങ്ങളും വീഡിയോ ആയിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.